നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള വോട്ടെടുപ്പ് നാളെ. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ, LDF സ്വതന്ത്രൻ ഡോക്ടർ പി സരിൻ, NDAയുടെ സി കൃഷ്ണകുമാർ എന്നിവരുൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തൃശൂർ, തൃപ്രയാർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിയിരുന്ന സമരം പിൻവലിച്ചു. ജില്ലാ കളക്ടറുമായി ബസ് ഉടമ തൊഴിലാളി സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. കുന്നംകുളത്ത് കടന്നലാക്രമണത്തിൽ 5 പേർക്ക് കുത്തേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഫീൽഡ് നഗർ സ്വദേശികളായ റോയ്, സുമൻരാജ്, ധർമ്മപാലൻ എന്നിവരടക്കം 5 പേർക്കാണ് കടന്നൽ കുത്തേറ്റത്. സംസ്ഥാനത്ത് റേഷൻ കട ഉടമകൾ കടകൾ അടച്ച് പ്രതിഷേധിച്ചു. സർക്കാർ കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് റേഷൻ കടകൾ അടച്ചിട്ടത്. കടകൾ അടച്ചുള്ള റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. പി ബാലചന്ദ്രൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. കുറുവ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം സമീപ ജില്ലകളിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കി. കഴിഞ്ഞ വർഷം കുറുവ സംഘം തുടർച്ചയായി കവർച്ച നടത്തുകയും പിന്നീട് പിടിയിലാവുകയും ചെയ്ത കൊടുങ്ങല്ലൂർ മതിലകം മേഖല കേന്ദ്രീകരിച്ചാണ് പോലീസ് നിരീക്ഷണം നടത്തുന്നത്. എരുമപ്പെട്ടി മുട്ടിക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു. അതേസമയം നിലവിലെ പദ്ധതി അനുസരിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്നാണ് കിഫ്ബിയുടെ കണ്ടെത്തൽ. കുന്നംകുളം പാറയമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോയിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ സമൂഹമാധ്യമത്തിൽ ലൈംഗിക പരാമർശം നടത്തിയയാൾ റിമാൻഡിൽ. ഇടുക്കി ശാന്തൻപാറ വട്ടപ്പാറ പോട്ടയിൽ ജോയ് ജോർജിനെയാണ് PG പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് താഴെ ഇയാൾ അശ്ലീല കമന്റ് ഇടുകയായിരുന്നു. പ്രശസ്ത പാചക വിദഗ്ധൻ തൃശൂർ സ്വദേശി കണ്ണൻസ്വാമി എന്ന വെളപ്പായ കണ്ണൻ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9-ന് നടക്കും. കടവലൂർ കോട്ടോൾ കുന്നിൽ നിന്ന് മണ്ണെടുക്കാനുള്ള ശ്രമത്തിനെതിരെ കടുത്ത പ്രതിഷേധം. ദേശീയപാത വികസനത്തിന്റെ മറവിൽ കോട്ടോൾ കുന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് കുന്നിനു മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 560 രൂപ വർദ്ധിച്ച് 56,520 രൂപയായി. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 7,065 രൂപയായി. എടത്തിരുത്തി ഏറാക്കലിൽ വീണ്ടും പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. അടിക്കടി പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങുന്നത് മൂലം തീരദേശത്തെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. NK അക്ബർ MLA കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വിളംബരമായി നടന്ന ഘോഷയാത്ര വർണ്ണാഭമായി. പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര NK അക്ബർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 ദിവസം നീളുന്ന ചാലക്കുടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടകരയിൽ തുടക്കമായി. ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. കോൺഗ്രസിലെ ലീന ഡേവിസ് രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ ഉപാധ്യക്ഷയെ തിരഞ്ഞെടുക്കുന്നത്. കടങ്ങോട് വെള്ളത്തേരി ആദൂർ നീണ്ടൂർ പാടശേഖരത്തിലെ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളി. മാലിന്യം കരാറെടുക്കുന്ന മാഫിയ സംഘമാണ് ഇതിന് പുറകിലെന്നും പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് നിത്യസംഭവമാണെന്നും നാട്ടുകാർ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കരിമത്ര 46ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിര അനുസ്മരണം നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. താനെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിനാചരണം നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറേൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി തോന്നല്ലൂരിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിയെ എറണാകുളത്ത് നിന്ന് കണ്ടെത്തി. കഴിഞ്ഞ 14-നാണ് വിദ്യാർത്ഥിയെ കാണാതായത്. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ ജില്ലാ സമ്മേളനം മുൻമന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് UP ജോസഫ് അധ്യക്ഷത വഹിച്ചു.
പഴഞ്ഞാരുവായ് ശ്രീ ചിറവരമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ 5 ദിവസമായി നടന്നുവന്നിരുന്ന പരിഹാരക്രിയകൾ കലശാഭിഷേകത്തോടെ സമാപിച്ചു. പ്രായശ്ചിത്ത കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ആലങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലത്ത് നടക്കുന്ന CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കാളമുറിയിൽ നടന്ന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷനായി. കൊടുങ്ങല്ലൂർ മേത്തലപ്പാടം ശ്രീ അയ്യപ്പ ഭജന സമിതിയുടെ 50ാമത് ദേശവിളക്ക് മഹോത്സവം സുവർണ ജൂബിലി ആഘോഷവും നാളെ മുതൽ 23 വരെ നടക്കും. സുവർണ ജൂബിലി മഹാസമ്മേളനം ശബരിമല മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. സഹസ്ര കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളായി തൃശൂർ റീജിയണൽ തിയേറ്ററിൽ കഥക് കലോത്സവം സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് മേയർ MK വർഗീസ് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC തൃശൂർ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ വ്യാഴാഴ്ച രാവിലെ ധർണ സംഘടിപ്പിക്കും. ഫെബ്രുവരി 11 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന ധർണ K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. എടത്തിരുത്തിയിൽ മണ്ഡലമാസത്തോടനുബന്ധിച്ച് ദേശവിളക്ക് മഹോത്സവം നടത്തി. പറയൻകടവ് പരിസരത്ത് നിന്നും ശാസ്താംപാട്ടിന്റെയും ചിന്തുപാട്ടിന്റെയും കോമരങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മണലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം കാരമുക്കിൽ അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് PA ജോഷി ഉദ്ഘാടനം ചെയ്തു. മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് KG വാസുദേവൻ അധ്യക്ഷനായി. SKSSF നാട്ടിക മേഖലാ സർഗലയം വാടാനപ്പള്ളി ദാറുൽ അമാൻ വിമൻസ് കോളേജിലും തെക്കേ മഹല് ഗ്രൌണ്ടിലുമായി നടന്നു. മഹല് മുഖ്യ രക്ഷാധികാരി സെയ്ദ് ജമാലുദ്ദീൻ തങ്ങൾ പതാക ഉയർത്തി. മാള അന്നമനട ക്രിസ്തുരാജ ദേവാലയത്തിലെ തിരുനാളിന് നാളെ കൊടിയേറും. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ കൊടിയേറ്റം നിർവഹിക്കും. അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട PV രാജുവിനെ ഒളരിക്കര കേരള നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി KG ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. NP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാർ പെൻഷൻ അനുവദിക്കണമെന്ന് സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള ആവശ്യപ്പെട്ടു. 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ 12ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 22, 23, 24 തീയതികളായി സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാനത്തെ കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തി. വിയൂർ സ്വദേശികളായ സുധീഷ് ശരണ്യ ദമ്പതികൾ PMAY പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം സുരേഷ് ഗോപി നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിനം ആചരിച്ചു. വടക്കാഞ്ചേരി DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബിന്റെ നേതൃത്വത്തിൽ അഖില കേരള ചിത്രരചനാ മത്സരം ശനിയാഴ്ച ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ സംഘടിപ്പിക്കും. 7 വിഭാഗങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിലായാണ് മത്സരം. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രത്യേക സൌകര്യമൊരുക്കും. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ പതാക ഉയർത്തി. തൃശൂർ പുത്തൻപള്ളി പരിശുദ്ധ വ്യാകുല മാതാവിന്റെ ബസിലിക്ക തീർത്ഥ കേന്ദ്രത്തിലെ 99ാം പ്രതിഷ്ഠാ തിരുനാൾ ഈ മാസം 22, 23, 24, 25 തീയതികളായി ആഘോഷിക്കും. 21-ന് തിരുനാൾ പ്രസിദ്ധേന്തി വാഴിക്കലും വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടക്കും. ഓർമ്മകളെ പുസ്തകമാക്കി ലൈബ്രറിയൻ ബിന്ദു T ദാമോദരൻ സ്മൃതി പഥങ്ങൾ പ്രകാശനം ചെയ്തു. കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന. ജയിൽ ചപ്പാത്തിയുടെ വില വർദ്ധിപ്പിച്ചു. ഒരു ചപ്പാത്തിക്ക് 2 രൂപയാണ് നിലവിലെ വില. വ്യാഴാഴ്ച മുതൽ ഇത് 3 രൂപയാകും. പാവറട്ടി ചുക്കു ബസാർ പെരിങ്ങാട് തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കയറി. ശക്തിയേറിയ വേലിയേറ്റത്തിൽ പുഴയോരത്തെ താഴ്ന്ന പ്രദേശത്തുകൂടി കയറുന്ന വെള്ളം പാടങ്ങളിലൂടെയും തോടുകളിലൂടെയും ഒഴുകി കൃഷിയിടങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പരക്കുകയാണ്. വെങ്കടങ്ങ് പഞ്ചായത്തിൽ സുഗന്ധവ്യഞ്ജന വിളകളുടെ കൃഷി വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി കുരുമുളക് തൈകൾ വിതരണം ചെയ്തു. വെങ്കടങ്ങ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പൂർണിമ നിഖിൽ കുരുമുളക് തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് താലൂക്ക് പ്രസിഡന്റ് പി.കെ. സത്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരെഴുത്തുകാരന്റെ 31 മലയാള പുസ്തകങ്ങൾ ഒരേ സമയം 31 സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ പ്രകാശനം ചെയ്യുന്ന അപൂർവ ചടങ്ങിന് തൃശൂർ പ്രസ് ക്ലബ്ബ് M.R. നായർ ഹാൾ വേദിയായി. തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ശബന്ത് എന്ന തൂലികാ നാമത്തിൽ എഴുതുന്ന ശങ്കരപ്പണിക്കർ തുളസീദാസിന്റെ 31 പുസ്തകങ്ങൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തത്. പെരിഞ്ഞനം ആറാട്ടുകടവിൽ ചാളച്ചാകര ആറാട്ടുകടവ് മുതൽ അറപ്പ വരെ ചാള കൂട്ടത്തോടെ കരക്കെടുകയായിരുന്നു. കേരള ഹൈക്കോടതി പദ്ധതിയായ സംവാദ ചാവക്കാട് കോടതിയുടെ നേതൃത്വത്തിൽ നടന്നു. സ്പെഷ്യൽ ജില്ലാ പോക്സോ ജഡ്ജി അന്യാസ്തയിൽ ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് തൃശൂരിൽ നടന്നു. കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവിയുടെ അധ്യക്ഷതയിൽ ടൗൺഹാളിലാണ് മെഗാ അദാലത്ത് സംഘടിപ്പിച്ചത്. ആകെ 71 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 25 പരാതികൾ പരിഹരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ വ്യാപാരികൾ കൊടുങ്ങല്ലൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KSSRDA താലൂക്ക് പ്രസിഡന്റ് CC വിപിൻ ചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പാർലം പഞ്ചായത്ത് ആലുക്കൽ കുന്നിൽ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.